റോമാലേഖനം 2-ാം അധ്യായത്തിലെ അതിൻ്റെ 28-29 വാക്യങ്ങൾ. റോമർ 2:28-29 നമ്മളിങ്ങനെ വായിക്കുന്നു: പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ള പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ എത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന എത്ര പരിച്ഛേദന. അവന് മനുഷ്യരല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. പരിച്ഛേദനയോടുള്ള ബന്ധത്തിൽ യഥാർത്ഥത്തിൽ ദൈവം പരിച്ഛേദന എന്നൊരു പ്രമാണം ഇസ്രായേലിന് കൊടുക്കുമ്പോൾ ദൈവം ആഗ്രഹിച്ചൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആവർത്തന പുസ്തകം 30-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാമത്തെ വാക്യം, ആവർത്തനം 30:6. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഈ പരിച്ഛേദനയുടെ ഉദ്ദേശം ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം. അപ്പൊ എന്താണ് പരിച്ഛേദനയോട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. നമ്മുടെ ഹൃദയത്തിന്റെ തലത്തിൽ ഒരു പരിച്ഛേദന വരുത്തിയിട്ട് അങ്ങനെ നമ്മൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിച്ഛേദന എന്നുള്ളത് തങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കാനുള്ള ഒരു കാര്യമായിട്ട് മാറിയത് നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലനും ജഡത്തിൽ പ്രശംസിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പം ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്: 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ. ഇതിന്റെ അന്തസത്ത നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന് വിരുദ്ധമായിട്ട് തീരും നമുക്ക് കാണാൻ കഴിയും. അല്ലേ? നമ്മള് ഇന്ന് പലപ്പോഴും സഭായോഗങ്ങളിൽ പങ്കെടുക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമുക്ക് അതിൽ തന്നെ തൃപ്തിയുണ്ട്. പക്ഷെ അതെല്ലാം പുറപ്പെട്ടു വരേണ്ടത് ഈ കർത്താവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലയിൽ നിന്നാണ് പുറപ്പെട്ടു വരേണ്ടത്. പക്ഷെ അതില്ലാതിരിക്കുകയും പുറമെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആചരിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിന് വിരുദ്ധമാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു: അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഹൃദയപൂർവ്വം ക്ഷമിക്കാതെ പ്രാർത്ഥിച്ചാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കത്തില്ല, നിങ്ങളോട് ക്ഷമിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ആരോട് കയ്പും അകൽച്ചയും മുറിവും വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷേ അത് കർത്താവിന്റെ സന്നിധിയിൽ എത്തത്തില്ല. പക്ഷെ നമ്മൾ ആ പ്രാർത്ഥനയിൽ തൃപ്തരാണ്. ഞാൻ പലപ്പോഴും പല വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ഒരു വൈകിട്ട് ഒരു കറക്റ്റ് സമയത്ത് പാട്ടുപാടി വേദപുസ്തകമൊക്കെ വെച്ചൊരു പ്രാർത്ഥനയൊക്കെ നടത്താറുണ്ട്. കർത്താവ് പറഞ്ഞൊരു കാര്യം: നിങ്ങൾ ആദ്യം ഈ നിങ്ങളുടെ യാഗവസ്തു യാഗപീഠത്തിൽ വെച്ചിട്ട് ആദ്യം പോയി നിരപ്പ് പ്രാപിക്കുക, പിന്നെ വന്ന് യാഗം കഴിക്കാനാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചെയ്യാത്തിടത്തോളം ദൈവീക അംഗീകാരം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയും കൂടെ ചെയ്യുന്നത്. അപ്പൊ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവസാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന്റെ ഒരു പ്രശംസയുടെ കാരണങ്ങളായി തീർന്നു. നീ യഹൂദനാണോ എന്ന് ചോദിച്ചാൽ വളരെ അവർ പ്രശംസിക്കുന്ന ഈ കാര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമസഭയുടെ ആരംഭത്തിന്റെ ആദ്യ കാലഘട്ടത്തിലും യഹൂദരായ വിശ്വാസികൾ പലരും ജാതികളിൽ നിന്ന് വരുന്നവരെ പരിച്ഛേദന ഏൽക്കണമെന്നൊരു നിർബന്ധം പിടിച്ചു. എന്ന് പറഞ്ഞാൽ പരിച്ഛേദന എന്നുള്ളത് യഥാർത്ഥത്തിൽ ദൈവമുള്ളൊരു ഹൃദയബന്ധത്തെ സൂചിപ്പിക്കുന്നതായിരിക്കെ ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രശംസിക്കുന്ന, അല്ല ജഡത്തിൽ പ്രശംസിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളും വീണുപോകാനുള്ള സാധ്യതയുണ്ട്. ഈ പരിച്ഛേദന അപ്പോസ്തല പ്രവൃത്തിയിലെ സ്തെഫാനോസ് അവരോട് യഹൂദന്മാരോട് പ്രസംഗിക്കുമ്പോൾ
അതിന്റെ 7-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യത്തില് അവരെ പ്രകോപിപ്പിച്ചൊരു കാര്യം ഇതായിരുന്നു. അവരോട് സംസാരിക്കുമ്പം അവർക്ക് പ്രകോപനം ഉണ്ടാക്കിയൊരു കാര്യം സ്തെഫാനോസിന്റെ ഈ ഒരു പ്രസ്താവനയായിരുന്നു. അതിന്റെ 51-ൽ ശാഠ്യക്കാരും ഹൃദയത്തിലും ചെവിക്കും പരിചയമില്ലാത്തവരുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായ വരവിനെ കുറിച്ച് അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായിരിക്കുന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളെ ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. സ്തെഫാനോസ് സത്യം പറഞ്ഞു യഹൂദന്മാരുടെ ബന്ധത്തിൽ. ഇവർ യേശുവിനെ ക്രൂശിച്ചു. നീതിമാനായവന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന അവർക്ക് നീതിമാനായവനെ തിരിച്ചറിയാൻ പറ്റിയില്ല. അതിന് അനന്തരഫലമായിട്ട് യേശുവിനെ അവർ ക്രൂശിച്ചു. ആ കാര്യം ഇവിടെ സ്തെഫാനോസ് തുറന്നു പറയുന്നത് അത് അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് തീർന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഹൃദയപരിച്ഛേദന ഉണ്ടെങ്കിൽ, ഇപ്പം അപ്പോസ്തലന്മാരെ സൂക്ഷിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കർത്താവിന് വേണ്ടി അടികൊള്ളുകയും നിന്ന സഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർക്കൊരു സന്തോഷമായിരുന്നു. അപ്പോസ്തലന്മാരെ അടിച്ച് പറഞ്ഞയച്ചതിനുള്ള ബന്ധത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവർ സന്തോഷിച്ചും കൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയി. ഈ അടി കിട്ടിയതിനെ കുറിച്ചോ അടിച്ചവരെ കുറിച്ചോ അവർക്ക് യാതൊരു പരാതിയോ വെറുപ്പോ ഒന്നുമില്ലായിരുന്നു. ഈ അടി മേടിച്ച് സന്തോഷിച്ചുകൊണ്ട് അവർ തങ്ങളുടെ വഴിക്ക് പോയിന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഹൃദയപരിച്ഛേദന ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദൈവികമായ ഒരു സ്വഭാവത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, ഇന്നത്തെയും പല മതങ്ങളോടുള്ള ബന്ധത്തിൽ ഈ അസഹിഷ്ണുതയാണ് അവരുടെ മുഖമുദ്ര. അവരുടെ മതത്തിനെതിരായിട്ട് വല്ലതും പറയുകയോ അങ്ങനെ വല്ലതും ചെയ്താൽ വലിയ കലാപങ്ങളുണ്ടാവും. പക്ഷെ അവർ ഭയങ്കര എരിവുള്ളവരാ ജഡത്തില്. അവരുടെ മതത്തെ സംബന്ധിച്ച് ഭയങ്കര എരിവുള്ളവരും അതിനുവേണ്ടി മരിക്കാനും കൊല്ലാനും ഒന്നും അവർക്ക് മടിയില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു ഹൃദയപരിച്ഛേദന വരുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സഹിഷ്ണുതയുടെ വചനം കാക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തിന്റെ പ്രത്യേകത അത് ശാഠ്യമുള്ളതാണ്, അസഹിഷ്ണുതയുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില് ദൈവം ചെയ്യുന്നൊരു കാര്യം ഒരു പരിച്ഛേദന നമ്മുടെ ഹൃദയത്തിൽ നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 3:3 നമ്മൾ വായിക്കുന്നത്, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഈ ആത്മീയ വഴികളിൽ പലപ്പോഴും ജഡത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു ആത്മീയരാകാനായിട്ട് കഴിയും. അപ്പൊ ചിലർ നമ്മളെ കുറ്റപ്പെടുത്തുന്നു. കർത്താവ് പറഞ്ഞത് നിങ്ങളെ കുറിച്ച് മത്തായി സുവിശേഷത്തിലെ മനുഷ്യരെല്ലാ തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിച്ച് തുള്ളിച്ചാടാനാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ശോധന ചെയ്ത് നോക്കിയേ. അപ്പൊ നമ്മളെ കുറിച്ച് ഇല്ലാത്തൊരു കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അസഹിഷ്ണുത, അസ്വസ്ഥതയുണ്ട്. അതിപ്പം നമ്മുടെ കുടുംബജീവിതത്തിലാണേലും സഭാ ജീവിതത്തിലാണേലും സമൂഹ ജീവിതത്തിലൊക്കെ ആണേലും നമ്മൾ വളരെ അസ്വസ്ഥരാകും. നമ്മൾ വളരെ പെട്ടെന്ന് എന്നോട് പ്രതികരിക്കും. അതിന്റെ കാരണം പരിശുദ്ധാത്മാവിനുള്ളൊരു ഹൃദയ പരിച്ഛേദന നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരിച്ഛേദന ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പരീക്ഷകളുടെ മുമ്പിൽ നമുക്ക് സഹിഷ്ണുതയോടെ സ്വസ്ഥതയോടെ നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്നിപ്പോ നമുക്ക് യഹൂദന്റെ പരിച്ഛേദനയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണേ സ്നാനത്തെ കുറിച്ച് ചിന്തിക്കാം. ഒരു ഉദാഹരണമായിട്ട് ഇപ്പം പലരും സാക്ഷി പറയുമ്പം ഡേറ്റ് ഒക്കെ ഇട്ട് പറയാറുണ്ട്. ഇത്രാം വർഷം, ഇത്രാം മാസം, ഇത്രാം തീയതി ഞാൻ വീണ്ടും ജനിച്ചു, ഇത്രാം തീയതി സ്നാനമേറ്റു. അതൊക്കെ ഒരു പ്രശംസയുടെ തലത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? റോമർ 6 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്ന ഒരു പ്രക്രിയയാണ് സ്നാനം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പഴയ മനുഷ്യനെ സജീവമായിട്ട് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും, നമ്മളെ തന്നെ വഞ്ചിക്കാനായിട്ട് കഴിയും. പഴയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം
ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ മനസ്സാണ്. പാപത്തോട് എപ്പോഴും ഒട്ടി നിന്ന, പാപത്തെ സ്നേഹിച്ച, പാപത്തിന്റെ പ്രലോഭനങ്ങൾ വരുന്ന ഉടനെ നമ്മൾ വളരെ പെട്ടെന്ന് സ്വീകരിക്കുന്ന ആ പഴയ മനസ്സായിരുന്നു. ശരിക്കും ആ മനസ്സ് യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. സ്നാനം അതിൻ്റെ ഒരു മുൻകുറിയാണല്ലോ. സ്നാനത്തേതാ കാണിക്കുന്നത്. എന്നിട്ടൊരു പുതിയ മനുഷ്യൻ, അല്ലെങ്കിൽ പുതിയ മനസ്സുള്ളവരായി തീർന്നു. അപ്പൊ പുതിയ മനസ്സിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതെപ്പോഴും ദൈവഹിതത്തെ അന്വേഷിക്കുന്നതായിരിക്കും. ഈ പുതിയ മനസ്സിന്റെ ഒരു പ്രത്യേകത, അത് സന്തോഷിക്കുന്നത് അപമാനത്തിന്റെ തലത്തിലായിരിക്കും. അവമാനിക്കപ്പെടുമ്പം ഈ പുതിയ മനുഷ്യന് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടിട്ടില്ലെങ്കിൽ ഒരു അപമാനത്തിന്റെ തലത്തിലൂടെ പോകുമ്പം നമ്മൾ വളരെ പെട്ടെന്ന് അസ്വസ്ഥരാകും. ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കാര്യം കേൾക്കാൻ നമ്മുടെ ഒരു ചർച്ചില് ഒരു ഫാമിലി വരുന്നുണ്ടായിരുന്നപ്പം പുള്ളിക്ക് ആൺകുട്ടികളുണ്ട്. അവരുടെ കല്യാണപ്രായമായപ്പോൾ ഉത്തരവാദിത്തമുള്ള സഹോദരനോട് ഒരു പെൺകുഞ്ഞിന്റെ കാര്യം ഇവർ സജസ്റ്റ് ചെയ്തു. അപ്പൊ സഹോദരൻ പറഞ്ഞു, ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ സഹോദരൻ അത് ഇങ്ങനെ എടുത്തത്, അപ്പൊ നടക്കുമെന്നുള്ള ചിന്തയിലാണ് എടുത്തത്. അപ്പൊ കുറച്ചാളായിട്ട് അനക്കൊന്നും കാണാതിരുന്നപ്പം വീണ്ടും ചോദിച്ചു, ബ്രദർ അത് നടത്തി തരാന്നുള്ള നിലയിലാണല്ലോ പറഞ്ഞത്, ഇപ്പൊ എന്താ ബ്രദർ ഒന്നും പറയാത്തെ? അപ്പൊ സഹോദരൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഈ സഹോദരൻ അസ്വസ്ഥപ്പെട്ട് പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ഇനി ചർച്ചിലോട്ട് വരുന്നില്ല, ഞാൻ പോവാന്നും പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കാണുകയായിരുന്നു, നമ്മുടെ എല്ലാ ചർച്ചകളിൽ നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്നും പഴയ മനുഷ്യനെ നമ്മൾ ക്രൂശിച്ചിട്ടില്ല. നമ്മളെ നയിക്കുന്നത് പഴയ മനുഷ്യനാണ്. അസഹിഷ്ണുതയും അസ്വസ്ഥതയും അക്ഷമയും. വളരെ പെട്ടെന്ന് നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ ഇത് കാണിക്കുന്നത് നമ്മളെ പഴയ മനുഷ്യനെ യഥാർത്ഥത്തിൽ ക്രൂശിച്ചിട്ടുമില്ല, കുഴിച്ചിട്ടിട്ടുമില്ല. നമ്മൾ ആ പുള്ളിയെ കൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ ആ പുള്ളി നമ്മൾ എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത്? നരകത്തിൽ കൊണ്ടേ അവസാനിപ്പിക്കത്തുള്ളൂ. നമ്മളതിനെ അത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. പൗലോസിൽ പറയുന്നത്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യൻ, ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. യഥാർത്ഥ പരിച്ഛേദന അതാണ്. പഴയതിനെ ക്രൂശിച്ചു, അത് മരിച്ചു, അതിനെ അടക്കി ഒരു പുതിയതിന്റെ പിന്നാലെ നമ്മൾ പോകുന്നത്. പിന്നെ നമ്മളെ നടത്തുന്നത്, ഈ പഴയ മനുഷ്യൻ നടത്തപ്പെടുന്നത് അവന്റെ ദേഹിയുടെ തലത്തിലാണ്. ചിന്തകളിലും വികാരങ്ങളിലും അവൻ്റെതായ ഇച്ഛകളിലും അത് നടക്കുന്നത്. പക്ഷെ പുതിയ മനുഷ്യനെ എപ്പോഴും നടത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ ഒരു പാട്ടി പാടാറില്ല, നമ്മെ നയിപ്പു ക്രിസ്തൻ വചനം നീക്കുന്നു ഭീതി ശണ്ടയെല്ലാം. ഈ പുതിയ മനുഷ്യൻ എപ്പോഴും ദൈവവചനത്തിന്റെ പിന്നാലെ ആയിരിക്കും പോകുന്നത്. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ അവന് കൊടുക്കുന്ന ഉപദേശമായിരിക്കും അവൻ അതിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കും. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് നമ്മളിൽ തന്നെ ഉണ്ടൊന്നുണ്ട്. അതുകൊണ്ടാ കർത്താവ് എപ്പോഴും പറഞ്ഞ, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം. അപ്പൊ നമുക്ക് എല്ലാ പരീക്ഷകളും ഇത് കാണാൻ കഴിയും. ഞാൻ പലപ്പോഴും കുടുംബജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ സഹോദരിമാരെന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുമ്പോൾ നമ്മളത് സഹിഷ്ണുതയോടെ അല്ല കേൾക്കുന്നത്. അത് പറയാൻ തുടങ്ങുമ്പോഴേ നമ്മുടെ ഉള്ളിൽ അസഹിഷ്ണുതയുണ്ട്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു, ഫിലിപ്പോസ് പറഞ്ഞതുപോലെ, നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ച പോലെ നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനത്തെ ഒരു ചിന്തയുണ്ട്. നമ്മളൊരു അസഹിഷ്ണുത പുറമെ പ്രകടിപ്പിച്ചില്ലേ പോലും നമ്മുടെ ഉള്ളില് ആ അസഹിഷ്ണുതയിലാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതിനോട് പ്രതികരിക്കുന്നത്. പക്ഷെ പുതിയ മനുഷ്യന്റെ പ്രത്യേകത അതിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്ന് താഴ്മയാണ്, രണ്ടാമത് സൗമ്യത. താഴ്മയുള്ള കർത്താവ് കൊണ്ടാണ് മത്തായി 15:21 പറഞ്ഞ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിക്കുന്ന നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നമ്മുടെ ആന്തരിക തലത്തിൽ ഈ ആശ്വാസം വരും. ആത്മാവിൽ നമ്മൾ സ്വസ്ഥരായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സഹിഷ്ണുതയോടെ, സ്വസ്ഥതയോടെ, ക്ഷമയോടെ നമുക്കത് കേൾക്കാനും അതിനോട് പ്രതികരിക്കാനുമുള്ള ഒരു പ്രത്യേകതയാണ് ഈ പുതിയ മനുഷ്യനുള്ളത്. അതേസമയം തന്നെ നമ്മളിൽ തന്നെ ഇതിന് എതിർപ്പുമുണ്ട്. നമ്മൾ അതുകൊണ്ടാണല്ലോ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറഞ്ഞു, അതിനെക്കുറിച്ച് നമ്മൾ പാടുമ്പോൾ ഇങ്ങനെ പാട്ടി പാടാറുണ്ട്, എന്നിൽ എതിർപ്പുണ്ടെന്നാലും നിൻഹിതത്തിൽ എന്മോദം. നമ്മുടെ ഉള്ളം കൊണ്ട് നമ്മൾ എവിടെയാ പ്രമോദിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഉള്ളം കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ന്യായ സംഗീതം നമ്മളത് വായിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളം കൊണ്ട്
ഞാൻ നിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, അല്ലെ ദൈവത്തിന്റെ വചനത്തിൽ. ഉള്ളം, ആന്തരിക മനുഷ്യനിൽ ഈ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ സന്തോഷം നൽകുന്ന കാര്യം. എപ്പോഴും നമുക്കറിയാം, ഒരു തർക്കം ഉണ്ടായി, നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാവും. മറ്റേ ആൾ തോറ്റു, നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ. പക്ഷെ അത് ദൈവികമായ ഒന്നല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തീയത്തിന്റെ വഴിയിൽ നടക്കുമ്പോൾ നമ്മൾ തോൽക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. കാരണം എപ്പോഴും സ്വന്തം ഇഷ്ടമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത്. തോൽപ്പിക്കപ്പെടുന്നിടത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മളിൽ ദൈവിക ജീവൻ വർദ്ധിക്കാനിടയായി തീരും. എപ്പോഴും നമ്മൾ പോരാടുന്ന സ്വന്തം ജീവൻ കൊണ്ടായിരിക്കും തോക്കാതിരിക്കാൻ പോരാടുന്നത്. ഇപ്പൊ നമ്മുടെ സംസാരങ്ങളിൽ നമുക്കറിയാം, സഹോദരിമാരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരം ഉണ്ടാകുമ്പോൾ അവര് പറഞ്ഞ് പൂർത്തീകരിക്കാൻ പോലും നമ്മൾ സമ്മതിക്കില്ല. അതിന് പകുതിയാകുമ്പോഴേ നമ്മൾ കയറി അങ്ങോട്ട് പറയും. എന്നിട്ട് പോരാട്ടത്തിന്റെ ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ പുതിയ മനുഷ്യനിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങോട്ട് പറയാനുള്ള തള്ളലില്ലെന്നുള്ളതല്ല, നമ്മളിൽ തന്നെ ഉണ്ട് ആ തള്ളലുണ്ട്. നമ്മൾ അതിനല്ല ചെവി കൊടുക്കുന്നത്. നമ്മൾ ഈ ആന്തരിക ദൈവിക ശബ്ദത്തിനായിരിക്കും ചെവി കൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് സംസാരിക്കുമ്പോഴെല്ലാം അത് നമ്മളിൽ തന്നെ വരുന്നതായിരിക്കും. പോഷൻ കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം പറയുന്നു, ജ്ഞാനിയോ കാത്തിരുന്നിട്ടാണ് ഉത്തരം പറയുന്നത്, വെയിറ്റ് ചെയ്യും. അപ്പൊ നമുക്കറിയാം, എപ്പോഴും ഈ പോരാട്ടത്തിന്റെ വഴിയിൽ, പ്രത്യേകിച്ച് ജീവിതത്തിന്റെ നമ്മുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ആദ്യം വരുന്ന എല്ലാം ജഡത്തിൽ നിന്നായിരിക്കും. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നിടത്താണ് നമ്മൾ ഈ വിജയത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ റോമലേഖനത്തിൽ 29-ാമത്തെ വാക്യത്തിൽ അകമേ യഹൂദനാവൻ അത്ര യഹൂദൻ. രണ്ടാമത് പറയുന്നത് അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. അക്ഷരത്തിൽ എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള, നമുക്കറിയാം പരിച്ഛേദന എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം മുറിച്ചു മാറ്റുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള പരിച്ഛേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നത്. അതാ നമ്മള് 30-ാം അധ്യായം ആവർത്തനം 36 വായിച്ച്, ഞാൻ നിന്റെയും നിന്റെ സന്തതിയുടെയും ഹൃദയം പരിച്ഛേദന ചെയ്യും. പരിച്ഛേദന പ്രാപിച്ചൊരു ഹൃദയം ബാഹ്യമായിട്ട് ഒരു യഹൂദന്റെ അടയാളമായിട്ടൊരു പരിച്ഛേദന ഇരിക്കുന്ന പോലെ ഈ ആന്തരികമായ പരിച്ഛേദനയാണ് ഒരു ക്രിസ്തു ശിഷ്യന്റെ ലക്ഷണം. കർത്താവ് പറഞ്ഞ പോലെ സൗമ്യതയും സാവധാന താഴ്മയും. സഹോദരിമാരോടുള്ള ബന്ധത്തിൽ നമ്മൾ 1 പത്രോസ് 3 അത് വായിക്കുന്നുണ്ട്. സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. അത് സഹോദരിമാർക്ക് മാത്രമല്ല, ദൈവമക്കൾക്ക് എല്ലാം ആവശ്യമുള്ള ഒരു കാര്യമാണ് സൗമ്യതയും സാവധാനതയുള്ള. സൗമ്യതയുള്ളപ്പോൾ നമുക്കറിയാം, കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ ഉത്തരം പറയത്തില്ല. അവർ പറയാനുള്ളതെല്ലാം പറഞ്ഞ് കേട്ടതിന് ശേഷമേ നമ്മൾ അതിനോട് പ്രതികരിക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് സൗമ്യത ഇല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം പറയാൻ തുടങ്ങും. എന്താ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ. കാരണം നമുക്ക് ക്ഷമിക്കാനുള്ള, അല്ലെ കാത്തിരിക്കാനുള്ള ഒരു സ്വസ്ഥത ഉള്ളിൽ കാണത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമുക്കൊരു ഹൃദയപരിച്ഛേദന തരുമ്പം നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം, നിശബ്ദനായിരുന്നു കേൾക്കാനുള്ള ഒരു ഹൃദയം തരും. മറ്റേ നമ്മളങ്ങനെ ആയിരിക്കില്ല. നമ്മളെ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രത്യേകത ഇങ്ങനെ നമ്മൾ ഒത്തിരി സംസാരിക്കുന്നവരും കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയുന്നവരും മറ്റവർ പറയുമ്പോൾ ശ്രദ്ധിക്കുകയല്ല, നമ്മൾ അതിന് ബദൽ പറയാനുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഹൃദയപരിച്ഛേദനയുള്ള ഒരു മനുഷ്യൻ ശ്രദ്ധ വെച്ച് കേൾക്കും. കേട്ടതിന് ശേഷം കർത്താവിനോട് ചോദിക്കും, കർത്താവ് ഞാനോട് ഉത്തരം പറയണോ? നീ പറയണേ തന്നെ എന്താ പറയണ്ടേ? അപ്പൊ നമ്മളിന്ന് പലതും ഉയർന്നു വരുന്നുണ്ടാവും പറയാനുള്ളത് നമ്മുടെ ദേഹിയുടെ തലത്തിൽ. അവിടെ നമ്മൾ സ്വന്തം ഇഷ്ടത്തെ നിരസിക്കുന്നു. ഇപ്പം ദൈവാത്മാവ് പറയും നമ്മളോട്, നീ നിശബ്ദനായിരുന്നു, കേട്ടാ മതി, ഒന്നും പറയണ്ട. പക്ഷെ അന്നേരം നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാം, അങ്ങനെ മിണ്ടാതിരുന്നാൽ നമ്മൾ തോറ്റു എന്ന് ചിന്തിക്കും മറ്റുള്ളവർ എന്നുള്ള ആ ചിന്തയിൽ നിന്ന് നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് പലരും പറയുന്നത്. പക്ഷെ അവിടെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഈ ഹൃദയപരിച്ഛേദന നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ വളരെ സ്വസ്ഥതയിലായിരിക്കും. ദൈവം നമ്മളോട് പറയാൻ പറഞ്ഞാൽ പറയും, പറയണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയല്ല. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ പ്രാരംഭ സമയങ്ങളിൽ ദൈവം പറയണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പറഞ്ഞു പോകും. പറഞ്ഞതിന് ശേഷം ദൈവം നമ്മളോട് പറയും, ശരി നീ ക്ഷമ ചോദിക്കാൻ പറയുമ്പോൾ നമുക്ക് അവിടെയും വിഷമമാണ്. അപ്പൊ ക്ഷമ ചോദിക്കുമ്പോൾ നമ്മൾ താന്നു പോകും, ചെറുതാകും. അപ്പൊ നമുക്ക് ചെറുതാകാൻ മനസ്സില്ല. അപ്പൊ നമ്മളെ തന്നെ താഴ്ത്തുന്നവനാണ് ദൈവം ഉയർത്തുന്നത്.
അപ്പൊ നമ്മളെ തന്നെ താഴ്ത്തുക വഴി മാത്രമേ നമ്മുടെ മേലെ കൃപ വരത്തുള്ളൂ. കൃപയുള്ളവർക്കാണ് ഈ ജയം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃപ നൽകാനായിട്ട് നമ്മളെ താഴ്ത്താനുള്ള ഒത്തിരി അവസരങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. അപ്പൊ നമ്മൾ അതിനെ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന് മുമ്പുള്ള ഉദ്ദേശം നമ്മളെ തന്നെ താഴ്ത്തുക വഴി മാത്രമേ ദൈവത്തിന് നമ്മുടെ മേലെ കൃപ പകരാൻ കഴിയത്തുള്ളൂ. അപ്പൊ അതിനുള്ള അവസരങ്ങൾ തരുമ്പോൾ നമ്മൾ അതിനോട് അങ്ങനെ പ്രതികരിക്കും. നമ്മളെ തന്നെ താഴ്ത്താൻ അവസരങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? നിശബ്ദരായിരിക്കുന്ന വഴി, തിരിച്ചൊന്നും പറയാതിരിക്കുന്ന വഴി, നമ്മളെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിൽ അവരോട് കയ്പില്ലാതെ, വെറുപ്പില്ലാതെ, അസ്വസ്ഥതയില്ലാതെ പെരുമാറാനായിട്ട് കഴിയുന്ന വഴി, അവിടെല്ലാം നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുക ചെയ്യുന്നത്. അപ്പൊ കൃപ വരാനുള്ള ഏക മാർഗം അതാണ്, നമ്മളെ തന്നെ താഴ്ത്തുക എന്നുള്ളതാണ്. മറ്റേത് നമുക്ക് റോമർ 6:14 നമുക്ക് അറിയാം, അവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് അത്രയധികം രാഗയാണ്. ഈ ന്യായപ്രമാണം നമ്മൾ ഉളവാക്കുന്നത് പരീശന്മാരുടെ ഒരു എരിവും ഉത്സാഹവും ഒക്കെ ആയിരിക്കും. അവർക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ല, പൊറുക്കാൻ കഴിയത്തില്ല. അവർ വളരെ പെട്ടെന്ന് വിധിക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മളും അങ്ങനെ തന്നെയാണോ? നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രാഥമികമായിട്ട് ദൈവാത്മാവ് ഈ ഒരു ഹൃദയ പരിച്ഛേദത്തിലൂടെ നമ്മളെ നടത്തുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കഴിയുന്ന ഒരു കാര്യം നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനാണ്. യാക്കോബ് ഇങ്ങനെ പറയുന്നത്, ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാനിടാതെ താൻ ഭക്തനെ നിരൂപിച്ചാൽ അവന്റെ ഭക്തി വെറുതെയാണ്, അടിസ്ഥാനമില്ലാത്തൊരു ഭക്തിയാണ്. അപ്പൊ നമ്മൾ ദൈവിക പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ പ്രാഥമികമായിട്ട് അത് സംഭവിക്കുന്ന നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കുന്ന വഴിയാണ്. നമ്മളെ പ്രകോപിക്കുന്ന പല സാഹചര്യങ്ങളോട് കടന്നു പോകുമ്പോഴും ഉത്തരം പറയാൻ തള്ളൽ ഉള്ളപ്പോഴും നമ്മൾ സ്വയമായിട്ട് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലൂടെ, അത് നമ്മുടെ കുടുംബജീവിതത്തിൽ പലപ്പോഴും അതാണ് യഥാർത്ഥ ക്രിസ്തീയത്തിന്റെ പണിയിലേക്ക് നമ്മളെ നടത്തുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ഒരു പണി നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ ഗൗരവമുള്ളവരായിരിക്കണം. നാവിനെ കുറിച്ച് പറയുന്നത് അത് വലിയ കാട് കത്തിക്കുന്ന ഒന്നാണ് നാവിലൂടെ പുറത്തു വരുന്ന അഗ്നി. അത് അവസാനം നമ്മളെ ജീവകൃത്യം തിരികൊളുത്തുകയും നരകത്തിക്കൊണ്ടെത്തിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതിന്റെ പ്രാഥമിക തെളിവുകളിലൊന്ന് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. നാവിനെ നിയന്ത്രിക്കാതെ നമ്മൾ ഭക്തനാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ലോകപ്രകാരം ഒരാളെ മിടുക്കൻ നമ്മൾ പറയുന്നത് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്ന പോലെയാണ്. പക്ഷേ ദൈവം ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ആ മറുപടികളെ എല്ലാം മരണത്തിനെ ഏൽപ്പിച്ച് നിശബ്ദനായി ദൈവത്തിന്റെ സമയത്തിനും ദൈവം എന്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് കണ്ടെത്തി അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരാത്മീയ ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഇടയാകുന്നത്. ഹൃദയ പരിച്ഛേദന കിട്ടുന്ന ഒരാളോടുള്ള ബന്ധത്തിൽ 29ന്റെ അവസാന ഭാഗത്ത് പറയുന്നവർ മനുഷ്യരല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. പക്ഷെ മനുഷ്യന് പുകഴ്ച ലഭിക്കുന്നില്ല അങ്ങനെയുള്ള ഒരാൾക്ക്. കർത്താവിനോടുള്ള ബന്ധത്തിൽ അവന് നിന്ദിതനും അപമാനിതനും രോഗശീലിച്ചവനായിരുന്നു നമ്മൾ വായിക്കുന്നില്ല യശയ്യാപ്രവചനത്തിൽ. രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. അപ്പൊ നമ്മുടെ ആന്തരിക തലത്തിൽ പരിശുദ്ധാത്മാവ് പ്രാഥമികമായിട്ട് ചെയ്യുന്നൊരു കാര്യം, ഉള്ളിൽ നമ്മളെല്ലാം കുഞ്ഞാടൊന്നും അല്ല. നമ്മൾക്ക് നമ്മളെ തന്നെ വിധിച്ചാൽ കാണാൻ നമ്മൾ ഈ ഭൂഭിഷ്യതയോടെ അലറുന്ന സിംഹം പോലെയാണ് നമ്മുടെ ഉള്ളിൽ മുഴുവൻ പ്രതികാര ചിന്തകളും ഒരു ഭയങ്കര പോരാട്ടത്തിന്റെ ആത്മാവുള്ളത്. പക്ഷെ ദൈവം നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഒന്നാമത് ഈ പറഞ്ഞൊരു കുഞ്ഞാടിന്റെ മനോഭാവത്തിലേക്ക് നമ്മളെ നടത്തുക എന്നുള്ളതാണ്. ഈ കുഞ്ഞാടുകളുള്ള പ്രത്യേകത, അത് ആക്രമിക്കപ്പെടുമ്പോൾ അത് ആകപ്പാടെ ചെയ്യുന്ന നിലവിളിക്കുക മാത്രമാണ്. അത് തിരിഞ്ഞു നിൽക്കുകയോ തിരിച്ച് ആക്രമിക്കുകയോ ചെയ്യാറില്ല, അല്ലെ തിരിച്ചു പറയാറില്ല, ദോഷം നിരൂപിക്കാറില്ല. നമ്മുടെ എല്ലാം ഉള്ളിൽ അങ്ങനത്തെ ഒരു മനോഭാവം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെ തന്നെ ശോധന ചെയ്യുന്നു. ഞാൻ കണ്ടെത്തിയൊരു കാര്യം പറയാം. സാക് ബ്രദർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ദൈവത്തിലേക്ക് വരുമ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യം ഉൾപ്പെടാതിരിക്കുക എന്നുള്ളതാണ്.
മുറിപ്പെടുന്ന ഒരാളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മുറിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോട് സംസാരിച്ച ആളോടുള്ള ബന്ധത്തിൽ നീരസവും അസ്വസ്ഥതയൊക്കെ ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ തിരുത്തിയ ഒരാളോടുള്ള ബന്ധത്തിൽ, അല്ലെ നമ്മളെ ശാസിച്ച ഒരാളോട് ഉള്ളിൽ നീരസവും മുറിവുകളും ഉള്ളവരായി തീരുന്നത്, അങ്ങനെയുള്ള ഒരാളെ ദൈവത്തിന് സഹായിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മളോട് പറയുന്നത്, അവന്റെ ശാസനം നിരസിക്കരുത്, ശിക്ഷിക്കുമ്പോൾ മുഷികയും വരുത്. മുഷിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഷിച്ചിന് തോന്നുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിലെ മനോഭാവത്തെ കുറിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നമ്മൾ പോരാടുമ്പോൾ നമുക്കൊരു വ്യക്തത വേണം. ഒന്നാമത്തെ കാര്യം, ശരിക്കും നമ്മള് ഈ ശാസന കേൾക്കുമ്പോ എന്താ ചെയ്യേണ്ടേ? സങ്കീർത്തനക്കാരൻ അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, സങ്കീർത്തനങ്ങളില് 141 സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ, അവൻ എന്നെ ശാസിക്കുന്നത് നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്കെണ്ണ, എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീതിമാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അടി ദയാന്നാ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറയുന്നു, അവൻ ശാസിക്കുന്നത് തലയ്ക്കെണ്ണ. നമുക്കറിയാം, തലയ്ക്കെണ്ണ വെക്കുന്നത് നമ്മുടെ ശാരീരികമായിട്ട് നമ്മളെ തണുപ്പിക്കാനായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ശാസനയോ ഒരു ശിക്ഷയോ ഒക്കെ ആരെന്തെങ്കിലും കിട്ടുമ്പോൾ ശരിക്കും നമ്മൾ നന്ദി പറയുന്നവരായിരിക്കണം. പക്ഷെ നമ്മൾ തുടക്കത്തിൽ പലപ്പോഴും നമുക്കതിന് കഴിയത്തില്ല. നമ്മൾ ആത്മീയ ശിശുക്കളായതുകൊണ്ട് നമുക്കറിയാം, കുഞ്ഞുങ്ങളെ നമ്മൾ അടിക്കാതൊക്കെ വളർത്തുന്ന ഒരു കുഞ്ഞിനെ ഒരു ദിവസം ഒരു അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഒട്ടും മനസ്സിലാവുകയില്ല. അത് ആകെപ്പാടെ മുറിപ്പെട്ട് അസ്വസ്ഥമായിട്ട് നമ്മൾ ഇന്ന് അകന്നു പോകത്തേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിന് പുതുക്കം വരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ഇതിനു വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കും. തിരുത്തലിനും ശാസനയ്ക്കും ശിക്ഷയ്ക്കൊക്കെ ഉള്ള ഒരു ദാഹം അവൻ്റെ ഉള്ളിലുണ്ടാവും. അതിന്റെ കാരണം അത് നമുക്ക് നൽകുന്നത് ആത്മീയ ജ്ഞാനമാണ്. ഈ ശിക്ഷയും ശാസനയും അടിയും ആത്മീയമായിട്ട് നമ്മളെ കൂടുതൽ ജ്ഞാനികളാക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് ജ്ഞാനം പ്രാപിക്കാനുള്ള ഒരു ദാഹമുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും കർത്താവിനെ അറിഞ്ഞ് കർത്താവിലേക്ക് വന്നെങ്കിലും ഈ വളരുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം നമ്മളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ വളർച്ചയോടുള്ള ബന്ധത്തിൽ പറയുമ്പം 2 പത്രോസ് 3-ാം അധ്യായത്തില് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എവിടേക്കാ വളരണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ 18-ാമത്തെ വാക്യം 2 പത്രോസ് 3:18, കൃപയിലും നമ്മുടെ കർത്താവിന്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. ഈ ദൈവിക പരിജ്ഞാനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ പാപത്തെ ജയിക്കുന്നവരായിരിക്കും. എന്ന് പറഞ്ഞാൽ കോപത്തെ, മോഹത്തെ, മുറിപ്പെടുന്ന മനോഭാവത്തെ, വിധിക്കുന്ന മനോഭാവത്തെ, നമ്മളെ തന്നെ ഉയർത്തുന്ന മനോഭാവത്തെ ഒക്കെ നമ്മൾ ജയിച്ചുകൊണ്ടേയിരിക്കും. 2 പത്രോസ് 2:20 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ കർത്താവും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ, 2 പത്രോസ് 2:20 കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. ഈ പരിജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ, ലോകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതാണ് ലോകം എന്ന് പറഞ്ഞാൽ. സാത്താന്റെ കീഴിൽ കിടക്കുന്ന ഒരു വ്യവസ്ഥിതിക്കല്ല ലോകം എന്ന് പറയുന്നത്. ഈ ദൈവിക പരിജ്ഞാനം അത് വിട്ടോടാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലെ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അത്രയുമല്ല, ഫിലിപ്പിയർ 3:8 അത്രയുമല്ല, എന്റെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അപ്പൊ ദൈവിക പരിജ്ഞാനം വരും തോറുമാണ് ലോകത്തോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് കുറയാനായിട്ട് തുടങ്ങുന്നത്. പണത്തോട്, നമുക്ക് കൺമോഹത്തോട്, ജഡമോഹത്തോട്, ജീവനത്തിന്റെ പ്രതാപത്തോട് ഒക്കെയുള്ള ആ ഒരു മനോഭാവത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങും. അവമാനിക്കപ്പെടുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തും. ഒറ്റപ്പെടുത്തപ്പെടുമ്പം
നമ്മൾ സന്തോഷിക്കുന്നവരായിരിക്കും. മറ്റേ അങ്ങനല്ല, നമുക്ക് സഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ അത് വളരെ പ്രസക്തമാണ്. ഞാൻ പല കുടുംബങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരും പരാതി പറഞ്ഞിട്ടുണ്ട്, ഭാര്യയും മക്കളും കൂടെ കൂടി എന്നെ ഒറ്റപ്പെടുത്തുക, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ലെ, പലപ്പോഴും കുഞ്ഞുങ്ങളോട് നമ്മൾ ചോദിക്കും, ആരോടാ ഇഷ്ടം കൂടുതൽ? കുഞ്ഞു പറഞ്ഞു എനിക്ക് അമ്മയോടാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അപ്പന് അകത്ത് വല്ലാത്ത ഒരു സങ്കടമൊക്കെ വരും. അല്ല, ചില സാഹചര്യം അമ്മയോടൊപ്പം നിന്ന അപ്പനോട് എതിർക്കുമ്പം പെട്ടെന്ന് അപ്പന്മാരെ നിരാശപ്പെടുന്ന കാണാനായിട്ട് കഴിയും. കാരണം ഒറ്റപ്പെടുത്തപ്പെടാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റപ്പെടുത്തൽ അവന് കൂടുതൽ കർത്താവിനോട് അടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉളവാക്കുന്നതാണ്. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് കൊണ്ട് അവൻ എന്നെ ഒരിക്കലും ഏകനായി വിട്ടിട്ടില്ല. അതുകൊണ്ട് സംഭവിച്ചൊരു കാര്യം നമുക്കറിയാം. അവസാന സമയത്ത് ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ ആ സമയങ്ങളിൽ എല്ലാവരും അവനെ വിട്ടിട്ട് പോയി. എനിക്ക് വേണ്ടി മരിക്കുമെന്ന് പറഞ്ഞ പത്രോസ് അടക്കം എല്ലാവരും, ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി നമ്മുടെ ഒരു ഭാഗത്ത് വായിക്കുന്നുണ്ട്. ശരിക്കും നമുക്കറിയാം, പ്രതിസന്ധികളിലാണ് നമ്മൾ സ്നേഹിതന്മാരെ അന്വേഷിക്കുന്നത്. അല്ലെ, നമ്മൾ സുഖമായിരിക്കുമ്പോൾ നമുക്ക് സ്നേഹിതന്മാരൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലരോടൊക്കെ പറയും, എന്നിട്ട് നീ ഒന്ന് കാണാൻ പോലും വന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം പ്രതിസന്ധികളിലാണ് നമ്മൾ കൂട്ടുകാരെ പ്രതീക്ഷിക്കുന്നത്. ഭാര്യയാണേലും ഭർത്താവിനെ ആണേലും എൻ്റെ മക്കളെ ആണേലും മാതാപിതാക്കളെ ആണേലും ഒക്കെ പ്രതിസന്ധികളിലാണ് കൂടെ നിൽക്കും, ചേർന്ന് നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കാതെ പോകുമ്പോൾ നമ്മൾ മുറിപ്പെടുന്നവരും അസ്വസ്ഥരുമാണെങ്കിൽ കാണിക്കുന്നത് ആത്മാവിനുടെ ഒരു ഹൃദയപരിചയം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ എല്ലാറ്റിലും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചൊരു കാര്യം അതായിരുന്നു. കർത്താവ് ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ 2 കൽപ്പനകളിൽ ഒതുക്കി. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി സ്നേഹിക്കണം. നമുക്കറിയാം 1 Corinthians 13 സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ വാക്യം വെച്ച് നോക്കുമ്പോൾ ദൈവത്തോട് ദീർഘമായി ക്ഷമിക്കുന്നു, ദൈവത്തോട് ദയ കാണിക്കുന്നു എന്നുള്ളതാണോ അർത്ഥം? അപ്പൊ ദൈവത്തെ സ്നേഹിക്കാന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നു, എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. ദൈവമായുള്ള ബന്ധത്തിൽ എനിക്ക് ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം ദൈവ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കും എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ എൻ്റെ ഉള്ളിൽ ദൈവിക സ്നേഹം പകർന്നിട്ടുണ്ടെങ്കിലാണ് ഞാൻ ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ദോഷം കണക്കിടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ദൈവമായുള്ള ബന്ധത്തിൽ വരുന്നിടത്ത് നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ 1 യോഹന്നാനിലെ അതിലെ 2-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 2:3 അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. യോഹന്നാൻ 17:3 നമുക്കറിയാം, ഏകസത്യമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്ന നിത്യജീവൻ. നമ്മൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞോ എന്നുള്ളതിന്റെ തെളിവ് ഇതാണ്. 1 യോഹന്നാൻ 2:3 അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. 6-ാം വാക്യം, അവൻ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. പലപ്പോഴും നമുക്ക് ഈ ദൈവത്തോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു അടിസ്ഥാനം ഇല്ലാണ്ടാ പറയുന്നത്. അടിസ്ഥാനം ഉണ്ടെങ്കിൽ മത്തായി 28:20 പറഞ്ഞതുപോലെ നമ്മൾ അവന്റെ കൽപ്പനകളെല്ലാം പ്രമാണിക്കാനുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. എല്ലാ കൽപ്പനകളും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോട് ഉപദേശിച്ചുകൊണ്ട്. അതിന് 2-ാമത്തെ കാര്യം കർത്താവ് പറഞ്ഞതിന് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരെല്ലാം ആകെ കൂടെ കൂട്ടിയാൽ ഇതാണെന്നുള്ളതാ കർത്താവ് പറഞ്ഞത്. കൂട്ടുകാരനെ എന്ന് പറയുമ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, സൗരസഹോദരന്മാരെ നാം നമ്മെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞല്ലോ, മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണം നിശ്ചയിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുകയും. ഇപ്പൊ നമ്മളെ എല്ലാവരും ആദരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെല്ലാവരെയും ആദരിക്കുക.
ബഹുമാനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ അങ്ങോട്ട് ബഹുമാനം കൊടുക്കുക. നമ്മൾ അങ്ങോട്ട് വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത്. ഇപ്പൊ നമ്മളെ കുറിച്ച് ആരും ദൂഷണം പറയരുതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ ആരെ കൊണ്ടും ദൂഷണം പറയാതിരിക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പന അങ്ങനെ തന്നെയാണ്, ആരെ കൊണ്ടും ദൂഷണം പറയാതെയും. നമ്മുടെ എല്ലാം ഉള്ളിൽ ഇതെല്ലാം ഉള്ളത്, പക്ഷെ നമ്മൾ അതിന്റെ പിന്നാലെ അല്ല പോകുന്നത്. യഥാർത്ഥ വീണ്ടും ജനനത്തിലൂടെ നമുക്കൊരു ഹൃദയപരിച്ഛേദനം ലഭിക്കുമ്പോൾ ജഡം നമ്മൾ നമ്മുടെ തന്നെ ശത്രുവായി തീരും. അതിൽ നിന്ന് വരുന്നതിനെ ഒന്നും നമ്മൾ സ്വീകരിക്കാതിരിക്കും. ദൈവത്തിൽ നിന്ന് വരുന്നതിനെ മാത്രമേ നമ്മൾ കൈക്കൊള്ളത്തുള്ളൂ. ദൈവത്തിന്റെ കൽപ്പനകളായിരിക്കും നമ്മുടെ ആധാരമായിരിക്കുന്നത്. നമ്മൾ ജഡപ്രകാരം ജീവിക്കുമ്പം എഫേസ്യർ 2 നമ്മൾ വായിക്കുന്നത്, നമ്മൾ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ടാണ് ജീവിച്ചത്. പക്ഷെ നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആധാരമായിട്ട് എടുക്കുന്ന ദൈവത്തിന്റെ വചനം മാത്രമായിരിക്കും. ഓരോ പരീക്ഷയിലും ഇവിടെ വചനം എന്തു പറയുന്നു? കർത്താവിന്റെ പരീക്ഷയിൽ അതാ കർത്താവ് ചെയ്തത്. എന്നും കൂടെ എഴുതിയിരിക്കുന്നു, എന്നും കൂടെ എഴുതിയിരിക്കുന്നു. അപ്പൊ ദൈവവചനം നമ്മളോട് എന്ത് കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പ്രിയമായ നിന്റെ കൽപ്പനകളിലേക്ക് എന്റെ ഹൃദയത്തെ തിരിക്കണമേ. നമുക്ക് ദൈവത്തിന്റെ വചനങ്ങള് പ്രിയമായതാണോ കൽപ്പനകൾ? അതോ നമുക്ക് പല ദൈവത്തിന്റെ കൽപ്പനകളോട് അകൽച്ചയാണോ ഉള്ളത്? അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണോ അതോ ഒരു അസ്വസ്ഥയാണോ വരുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ കേൾക്കുമ്പോൾ? നമ്മുടെ ഉള്ളിൽ ഈ പരിച്ഛേദന വരുന്ന ഒരു തലത്തിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ഈ ദൈവവചനത്തിന്റെ കേൾവി നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് തീരുന്നത്. നമുക്കൊരാർത്തി വരുന്ന അന്നേരം. കാരണം 1 പത്രോസ് 2:2 പറഞ്ഞിരിക്കുന്ന പോലെ ആ കേൾവി നമ്മളെ രക്ഷയ്ക്കായിട്ട് വളരാൻ സഹായിക്കും. ആ കേൾവിയും അനുസരണവും വായനയും ധ്യാനവും എല്ലാം നമ്മളെ ആന്തരിക മനുഷ്യനെ വളർത്തുന്നതാണ്. അവിടെ നമ്മൾ ഒരു മനഃപൂർവമായ ഒരു പോരാട്ടം നടത്തി ആ നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ വളരത്തില്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ ദിവസം കഴിയും തോറും ക്ഷീണിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയുന്നില്ല, കരുണ കാണിക്കാൻ കഴിയുന്നില്ല, ദോഷം കണക്കിലെതിരേക്കാൻ കഴിയുന്നില്ല, എല്ലാം ക്ഷമിക്കാൻ കഴിയുന്നില്ല, പൊറുക്കാൻ കഴിയുന്നില്ല, മറക്കാൻ കഴിയുന്നില്ല. പക്ഷെ അകത്തെ മനുഷ്യൻ വളരും തോറും നമുക്ക് കൂടുതൽ ക്ഷമിക്കാൻ പറ്റുന്നു, കൂടുതൽ സഹിക്കാൻ പറ്റുന്നു, പൊറുക്കാൻ പറ്റുന്നു, ദോഷം കണക്കിൽ ഇരിക്കാനായിട്ട് പറ്റുന്നു. ഇങ്ങോട്ട് നമ്മളെ വെറുക്കുന്നവരെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു, നമ്മളെ ശപിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ ആന്തരിക മനുഷ്യനിൽ വളരുന്നത്. ഈ ഹൃദയപരിച്ഛേദന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സമയം കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഒരു വിത്തിട്ടിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായ സാഹചര്യം വരുമ്പോഴാണ് അത് മുളയ്ക്കുന്നത്. ഇപ്പൊ നമ്മൾ വിത്ത് വിതച്ചെന്ന് വിചാരിക്കാം, നെല്ല് മഴ പെയ്തില്ല, വെള്ളം കിട്ടിയില്ല, അത് മുളയ്ക്കത്തില്ല, അത് ഉണങ്ങിപ്പോകും. ഇനി അഥവാ മുളച്ചാൽ പോലും വളരത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ധ്യാനിക്കുന്നവരായിരിക്കണം. നമ്മുടെ ചിന്തകളില് ഇപ്പം കൊലോസ്യർ 3 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊള്ളുവീൻ. നമുക്ക് ദൈവത്തെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നു, അവന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളെ കർത്താവിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. പക്ഷെ ഈ ധ്യാനമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ആന്തരിക കണ്ണുകളെ തുറക്കാനും വ്യക്തിപരമായിട്ട് കർത്താവിനെ അറിയാനായിട്ടും സഹായിക്കുന്നത്. ഒരു വിത്തിന് പെയ്ത് മഴയും മഞ്ഞും ഒക്കെ പെയ്ത് ആ കാലാവസ്ഥ അനുകൂലമായി തീരുമ്പോൾ സാവകാശം പൊട്ടിമുളച്ച് വളരാൻ തുടങ്ങുന്നത് പോലെ നമ്മൾ ഈ ദൈവത്തിന്റെ വചനം നമുക്കറിയാം. കർത്താവ് വിതച്ചവന്റെ ഭൂമിയെ പറയുമ്പോൾ ഒന്ന് വഴിയരികെ, പാറസ്ഥലത്ത്, മുള്ളിനിടയില്, നല്ല നിലത്ത്. മത്തായി 13 നല്ല നിലം എന്ന് പറയുന്നത് വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. ഇത് ഗ്രഹിക്കണമെന്നുണ്ട് എന്താ? നമുക്കെല്ലാം അറിയാം. നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും ഈ കുറച്ച് കപ്പ നട്ടു, നമുക്ക് അങ്ങനെ തിന്നാൻ പറ്റത്തില്ല. നമ്മൾ പറിച്ചോണ്ടും വന്ന് അതിന്റെ തൊലിയൊക്കെ പൊളിച്ച് കഴുകി ചവച്ചരച്ചാ തിന്നുന്നത്. കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മളത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ
അവിടെ പറഞ്ഞ സാത്താൻ വന്ന് എടുത്തു കളയും. മത്തായി 13-ാം അധ്യായത്തില് സാത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. നമ്മൾ ദൈവവചനം കേൾക്കുന്നത് അവന് വിരോധമില്ല, നമ്മളത് ഗ്രഹിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ളതാണ്. ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനറിയാം, അവന്റെ പിടിയിൽ നിന്ന് നമ്മൾ പുറത്തു വരും. മത്തായി 13:23 നല്ല നിലത്ത് വിധിക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മീനി നൽകുന്നു. അപ്പൊ നമ്മൾ വചനം കേട്ട് ഗ്രഹിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പരിച്ഛേദനയിലെ സംഭവിക്കുന്ന ഒരു കാര്യം മത്തായി 13:14 തൊട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ല താനും, കണ്ണാൽ കാണും ദർശിക്കുകയില്ല താനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, അവർ കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. ഹൃദയം കൊണ്ട് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ തിരിയും, പാപത്തെ വിട്ട് ദൈവത്തിലേക്ക് തിരിയാൻ തുടങ്ങും. ഈ വചനം ഗ്രഹിക്കുമ്പോൾ നമ്മൾ അത് അനുസരിക്കാൻ തുടങ്ങും. ആ അനുസരണമാണ് നമ്മളിൽ ഫലം ഉളവാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ ഹൃദയ പരിശോധനയ്ക്ക് വളരെ പ്രാധാന്യമുള്ളത്. അപ്പൊ ദൈവം അവർക്ക് ആശരീയ പരിചയം കൊടുത്തപ്പോൾ ദൈവം ചെയ്യാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ചായിരുന്നു അത്. ഞാൻ നിന്റെ സന്തതി ഹൃദയം പരിച്ഛേദന ചെയ്യും. ഈ ലോകത്തോടുള്ള ജഡത്തോടുള്ള ആസക്തിയിൽ നിന്ന് ഈ പരിച്ഛേദനയാണ് നമ്മളെ സ്വതന്ത്രരാക്കി തീർക്കുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവനെ തെരഞ്ഞെടുത്ത് പ്രത്യേക രാജ്യം കൊടുത്ത് അതിനുള്ളിലാക്കുകയായിരുന്നു. അവരോട് പറഞ്ഞു, ജാതികളുമായിട്ട് നിങ്ങൾ ഇടകലരരുത്. അപ്പൊ നമ്മുടെയും അത് തന്നെയാണ് പ്രശ്നം. നമ്മുടെ ഹൃദയം ദേഹിയായിട്ട് ജഡവുമായിട്ട് ഇടകലരാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ പരിച്ഛേദനയുള്ള ഹൃദയം അത് ശുദ്ധമായിട്ട് തന്നെ നിൽക്കണം. സാത്താൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം 1 പത്രോസ് 2 നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അപ്പൊ നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം ഈ ഒരു പ്യൂരിറ്റി നശിപ്പിക്കാനായിട്ടാണ് എപ്പോഴും സാത്താൻ ശ്രമിക്കുന്നത്. അത് നേരിട്ട് സാത്താൻ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ജഡമോഹങ്ങളിലൂടെയാണത് സാത്താൻ എപ്പോഴും ചെയ്യുന്നത്. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ ആ വാക്യം നമ്മൾ വായിക്കുന്നത് 2-ന്റെ 11-ാമത്തെ വാക്യമാണ്. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട്. നമ്മുടെ ആത്മാവാണ് ഇവിടെ പരദേശിയും പ്രവാസിയായിട്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദേഹവും പരദേശിയല്ല, അത് ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ആത്മാവാണ് ഒരു പരദേശിയും പ്രവാസിയായിരിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ ആ ആത്മാവിനെതിരായിട്ട് പോരാടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. നമ്മുടെ ചിന്ത കൊണ്ട്, മനോഭാവം കൊണ്ട് ഒക്കെ നമ്മൾ പോരാടാറുണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ആത്മീയ വഴിയിൽ നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിന് കൂടുതൽ നമുക്ക് പരിചിതമായി തീരണം. എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ ദൈവജനത്തെ സ്നേഹിക്കാൻ തുടങ്ങും. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അവനെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ. അപ്പൊ നമുക്ക് ദൈവിക കൽപ്പനകൾക്ക് നമുക്ക് പ്രിയമായതാണോ? അതോ നമുക്ക് കൽപ്പനകളോടുള്ള നമ്മുടെ ആന്തരിക മനോഭാവം എന്താ? ഒരു ഭർത്താവിന് ഭാര്യമാരെ സ്നേഹിപ്പീൻ കയ്പായിരിക്കരുതെന്ന് പറയുമ്പം ആ വചനം പ്രിയമായ ഒരു വചനമാണോ, അതോ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വചനമാണോ? ആത്മാവിനത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പൊ നമ്മളും അതിനോട് ചേർന്ന് നിൽക്കുക വഴിയാണ് അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നത്. പരിച്ഛേദനയുടെ ഒരു ഹൃദയത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. പരിച്ഛേദന നമ്മുടെ ഉള്ളിൽ സംഭവിച്ചെന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഫിലിപ്പിയർ 3-ന്റെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. യഥാർത്ഥ പരിച്ഛേദന ഹൃദയ പരിച്ഛേദനയുള്ള ഒരാള് അവൻ ജഡത്തിനെതിരായിരിക്കും, ജഡത്തിൽ ആശ്രയിക്കത്തില്ല. അവൻ എപ്പോഴും ആത്മാവിലായിരിക്കും ആശ്രയിക്കുന്നത്. അല്ലെ, ആത്മാവ് പറയുന്ന വചനങ്ങളായിരിക്കും അവന് വിലപ്പെട്ടതും അവൻ അംഗീകരിക്കുന്നതും. സ്വന്തം ചിന്തകളും മനോഭാവങ്ങളും ഇഷ്ടങ്ങളും ഒന്നും ആയിരിക്കത്തില്ല. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇഷ്ടം തിരിച്ചാല് ദൈവേഷം ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. നമ്മുടെ ഇഷ്ടം വെച്ചുകൊണ്ട് ദൈവേഷം ചെയ്യാൻ നമുക്ക് ഒരിക്കലും കഴിയത്തില്ല. യഥാർത്ഥ ഹൃദയ പരിച്ഛേദന നമ്മുടെ ഉള്ളിൽ ഉളവാക്കുന്ന
ഒരു കാര്യം അതാണ്. അപ്പൊ പൗലോസപ്പോസ്തലൻ അല്ല പത്രോസപ്പോസ്തലൻ അല്ല പൗലോസപ്പോസ്തലൻ അതുകൊണ്ടാ പറഞ്ഞേ, നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ കർത്താവിന് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലവും ഉപേക്ഷിച്ചു ചവർന്നെണ്ണുന്നു. അപ്പൊ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ആ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ വളരുന്നില്ല എന്നുള്ളതാണ്. എബ്രായ ലേഖന കർത്താവ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ 6-ാമത്തെ വാക്യത്തിൽ 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെ ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അപ്പൊ ഈ പരിജ്ഞാനപൂർത്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നാം ഈ ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും വിട്ട് ഓടുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. നമ്മൾ അതിനെ വെറുക്കാൻ തുടങ്ങും. അപ്പൊ അതില്ലെങ്കിൽ അത് കാണിക്കുന്ന ഒരു കാര്യം, ഈ ഒരു പരിജ്ഞാനപൂർത്തിയിലേക്ക് നമ്മൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, കൃപയിലും കർത്താവിന്റെ ഇഷ്ടം യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുക. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവമുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, വചനത്തിന്റെ പരിജ്ഞാനമല്ല. ഈ വചനം നമ്മുടെ യേശുവിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. കർത്താവ് പറഞ്ഞു, തിരുവെഴുത്തുകൾ നിങ്ങൾ ശോധന ചെയ്യുന്ന നിത്യവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. തിരുവെഴുത്തുകൾ എന്നെ കുറിച്ച് ആശയം പറയുന്നു, പക്ഷേ ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. സാധാരണ നമ്മളെ എവിടെയും വഞ്ചിക്കാറുണ്ട്. നമുക്ക് വചനത്തെക്കുറിച്ചുള്ള അറിവ് തന്നിട്ട് അതിൽ നമുക്ക് പ്രശംസിക്കാനായിട്ട് കഴിയും. പക്ഷെ വചനത്തിന്റെ പരിജ്ഞാനം നമ്മളെ ദൈവിക പരിജ്ഞാനത്തിലേക്കാണ് നയിക്കുന്നത്. അത് നമ്മളെ താഴ്മയിലേക്ക് നടത്തും, നുറുക്കത്തിലേക്ക് നടത്തും, തകർച്ചയിലേക്ക് നടത്തും. നമ്മുടെ മനോഭാവങ്ങളെയും ലക്ഷ്യങ്ങളെയൊക്കെ മാറ്റിമറിക്കാനായിട്ട് തുടങ്ങും. ഇപ്പം കർത്താവ് പറഞ്ഞ ആ കൽപ്പന, ദൈവ കർത്താവിനെ നീ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പക്ഷെ നമ്മളേക്ക് തന്നെ നോക്കുമ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ അളവിലേ സ്നേഹിക്കുന്നുള്ളൂ. അതിനെക്കുറിച്ച് എന്താ നമ്മൾ ചിന്തിക്കാറുള്ളത്? അതിന്റെ പേരിൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ടോ? മത്തായി 5:3 കർത്താവ് പറഞ്ഞൊരു കാര്യം, ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവരാ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ, കർത്താവെ ഞാൻ നീ ആഗ്രഹിക്കുന്ന നീ സ്നേഹിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാന കാര്യങ്ങളിലൊന്നാണ്. നമ്മൾ സാവകാശമാണ് പരിജ്ഞാനപൂർത്തിയിലേക്ക് വരുന്നത്, വളരുന്നത്. അപ്പൊ നമുക്ക് കർത്താവിനോട് തുറന്നു പറയാം, കർത്താവെ നീ പറഞ്ഞ പോലെ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല, എല്ലാത്തിനും ഉപരിയായിട്ട് നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല, നിന്റെ കൃപ എനിക്ക് വേണം, നീ എന്നെ സഹായിക്കണം, നിന്റെ ശക്തിയുടെ ആവശ്യം എനിക്കുണ്ട്. അത് നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്തോറും ഈ ഒരു ദരിദ്രാവസ്ഥയിൽ തന്നെ നമ്മൾ തുടരുന്നത് നമ്മുടെ മരണത്തോളം. എപ്പോൾ നമുക്ക് ആ ദരിദ്രാവസ്ഥ നഷ്ടപ്പെട്ടു, ഞാൻ ധനവാൻ സമ്പന്നൻ എന്ന് ചിന്തിക്കുന്നു, അവിടെ ദൈവത്തിന് പിന്നെ ഒന്നും നമ്മൾ ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ നമുക്ക് തോന്നുക, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ അത്യാവശ്യം കർത്താവിനെ പോലെയൊക്കെ ആയി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ വളർച്ച അതോടെ അവസാനിച്ചെന്നുള്ളതാണ്. നമ്മൾ ഈ ജഡത്തിലായിരിക്കുന്നിടത്തോളം കാലം, ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നിരന്തരം, നമുക്കറിയാം മാനുഷ്യ രീതി പറഞ്ഞാല് ഒരു നിശ്ചിത പ്രായം എത്തുമ്പോൾ വളർച്ച നിൽക്കും, പിന്നെ മുരടിപ്പാ തുടങ്ങുന്നില്ല. നമുക്കറിയാം യൗവനം കഴിഞ്ഞിട്ട് അവകാശം വാർദ്ധക്യത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ ദൈവത്തെ അനുഗമിക്കുന്നവരുള്ള ബന്ധത്തിൽ അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. അവർ ശക്തിയെ പുതുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണം വരെ, അല്ലെ കർത്താവിന്റെ വരവ് വരെ നമ്മൾ ഈ ദരിദ്രാവസ്ഥ തന്നെയാണ് തുടരുന്നത്. കർത്താവിൽ നിന്ന് ദിനം പ്രതി സർശോക്തി പറയുന്നുണ്ട്, ദിനം പ്രതി എന്റെ വാതിൽ കട്ടൽ ജാഗരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ദരിദ്ര ആണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിരന്തരമായിട്ട് ആ വാതിൽ കട്ടലൊക്കെ കാവിലിരുന്നുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല, നമ്മൾ ചില ധനവാനാണ്, സമ്പന്നാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമില്ല. സാത്താൻ നമ്മളെ വഞ്ചിക്കുന്ന അങ്ങനെ. ഭാര്യഭർത്തൃ ബന്ധത്തോടുള്ള ബന്ധത്തില് ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര കോപവും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്ന ആളുടെ കോപമൊക്കെ ഒന്ന് കുറഞ്ഞ് ഒച്ചപ്പാടൊക്കെ താന്നു കഴിയുമ്പോഴത്തേനും ഒരു ചിന്തയുണ്ട്, ഞാൻ തികഞ്ഞവനായി, എനിക്കൊന്നിനും മുട്ടില്ല. പക്ഷെ അതൊരു തോന്നല് മാത്രമാണ്. കാരണം എഫേസ്യർ 6 പറയുന്നൊരു കാര്യം, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, അതാണ് അതിന്റെ ലക്ഷ്യസ്ഥാനം. അതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ, അങ്ങനത്തെ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ലെങ്കിലും നമ്മൾ തൃപ്തരായി പോകാൻ സാധ്യതയുണ്ട്. അതോടുകൂടി നമുക്ക് ലഭിച്ചിരുന്ന ആ സന്തോഷവും സമാധാനമൊക്കെ നഷ്ടപ്പെടും. പക്ഷെ നമ്മൾ ആ ഒരു ലക്ഷ്യം
ബാക്കിയുള്ള ഒരു ഓട്ടത്തിലാണെങ്കിൽ മാത്രമേ ദിനംപ്രതിയുള്ള പുതുക്കവും ശുദ്ധീകരണവും വളർച്ചയും നമ്മളിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ കുറവ് തോന്നുന്നത് നല്ലൊരു ലക്ഷണമാണ്. ഞാൻ എത്തിയിട്ടില്ല കർത്താവെ, എനിക്കിനിയും ദീർഘദൂരം പോകാനുണ്ട്, ഞാൻ ദരിദ്രനാണെന്നുള്ള ബോധ്യം മാത്രമേ നമ്മളെ അന്വേഷിക്കാനും ചോദിക്കാനും സഹായിക്കത്തുള്ളൂ. അങ്ങനെയൊരു ആത്മദാരിദ്ര്യത്തിന്റെ ഒരു ആത്മാവ് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായ ഒരു നിലവിളിയിലും പ്രാർത്ഥനയിലായിരിക്കും. ആന്തരികമായിട്ട്, പുറമേ അല്ല. ഒരു നെടുവീർപ്പിന്റെ തലത്തിലായിരിക്കും നമ്മൾ എപ്പോഴും. എന്ന് പറഞ്ഞാൽ, കർത്താവെ, നീ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഇങ്ങനെ എത്തിയില്ലല്ലോ എന്നുള്ള ഒരു നെടുവീർപ്പായിരിക്കും, സങ്കടവും, പറഞ്ഞ കരച്ചിലും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഒരു ദരിദ്രനായിരിക്കുന്ന ആൾക്ക് ഈ ലക്ഷണങ്ങൾ എല്ലാം ഉണ്ട്. സമ്പന്നനായ ആൾക്ക് കരച്ചിലില്ല, നെടുവീർപ്പില്ല, ആകുലതയില്ല, ആരമില്ല. അവന് വളരെ സന്തോഷമാണ്, അവന് തന്നെ ശക്തനാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ഒന്നിച്ചായിരിക്കുമ്പോൾ ഈ ഹൃദയപരിച്ഛേദനയോടുള്ള ബന്ധത്തിൽ ഒരാഴത്തിലുള്ള ഒരു വെളിപ്പാട് ദൈവം തരാനായിട്ട് കർത്താവിനോട് ചോദിക്കാം. ഇതൊരു വെളിപ്പാടിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആത്മീയ കാര്യങ്ങളുടെ എല്ലാ അടിസ്ഥാനം വെളിപ്പാടാണ്. ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ബുദ്ധിയുടെ തലത്തിലാണ്. ഗ്രഹിക്കുക എന്ന് പറഞ്ഞ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുക. അങ്ങനെ ഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ നിരന്തരമായിട്ട് നിലവിളിയിൽ ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ കുറവുകൾ അംഗീകരിക്കാനും ഏറ്റുപറയാനും നെടുവേർപ്പെടാനും ദുഃഖിക്കാനും. യാക്കോബ് അപ്പോസ്തലൻ അതല്ലേ പറഞ്ഞു, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ, നിങ്ങളുടെ സന്തോഷം വിലാവുമായും ചിരി ദുഃഖമായും തീരട്ടെ, കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പൊ നിരന്തരമായൊരു നിലവിളിയാണ് നമുക്ക് ആവശ്യമുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞാൻ ഞരങ്ങുന്നു. കാരണം ആ കർത്താവിനെ കുറിച്ചുള്ള ദർശന നിമിത്തം ഞാൻ അവിടെ എത്തിയില്ലല്ലോ എന്നുള്ള ഓർമ്മ നമ്മുടെ ഉള്ളിൽ നിരന്തരമായ ഒരു ഞരങ്ങൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ, അയ്യോ, ഞാൻ അരിഷ്ടനാണ് കർത്താവെ, ഞാൻ ദരിദ്രനാണ്, ഞാൻ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളൊരു ബോധ്യം തന്നുകൊണ്ടേയിരിക്കും. ശരിക്കും ഈ ദരിദ്രാവസ്ഥ അനുഗ്രഹമാണ്. മത്തായി 5:3 വളരെ വ്യക്തമാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സമ്പന്നന്മാരോടുള്ള ബന്ധത്തിലോ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, വളരെ വ്യക്തമാണ്. അപ്പൊ സാത്താൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം സമ്പന്നതയുടെ മനോഭാവത്തിലേക്ക് നമ്മളെ നയിക്കാൻ ശ്രമിക്കും. എനിക്കെന്നാ കുഴപ്പം, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്നുള്ള ചിന്തയിലേക്ക് കൊണ്ടുവരും. ഞാൻ തികഞ്ഞവനാണെന്നുള്ളൊരു ബോധ്യമാണ് സാത്താൻ എപ്പോഴും തരാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആത്മാവ് നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു യാഥാർത്ഥ്യ ബോധമാണ്. ഞാൻ ദരിദ്രനാണ്, നഗ്നനാണ്, കുരുടനാണ്, ഞാൻ ഒന്നും ആയിട്ടില്ല കർത്താവേ. അങ്ങനെ ഒരാൾ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും, മുറുകെ പിടിച്ചോണ്ടേയിരിക്കും, ആട്ടി ഓടിച്ചാലും പോകത്തില്ല. പക്ഷെ ഒരു സമ്പന്നന്റെ പ്രത്യേകത, അവന് പിടിക്കാത്ത എന്തെങ്കിലും പറഞ്ഞ ഉടനെ അവൻ പോകും. കാരണം എനിക്കറിയാം, എനിക്ക് അതിനുള്ള കഴിവുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയാണ്. എനിക്ക് ശാസന ശിക്ഷയൊക്കെ സ്വീകരിക്കണമെങ്കിൽ ദരിദ്രന് മാത്രമേ കഴിയത്തുള്ളൂ. സമ്പന്ന ഒരാൾക്കൊന്നും പറ്റത്തില്ല, അയാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു രാത്രി നമ്മളെ തന്നെ ശോധന ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ ഒരാളിങ്ങനെ ചോദിച്ചു, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ വളർച്ചയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, കർത്താവ് എന്നെ സഹായിക്കുമോ? ഒന്നാമത്തെ ചോദ്യം യാഥാർത്ഥ്യമാണ്, നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്, നമ്മൾ ദരിദ്രരാണെന്നുള്ള കാര്യമാണ് സത്യം. രണ്ടാമത്തെ ചോദ്യത്തിലുള്ള ബന്ധത്തിൽ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ സഹായിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്, ഞാൻ അവർക്ക് സ്വർഗരാജ്യം കൊടുക്കും. അപ്പൊ നമ്മളും ഈ ഒരു ആത്മാവിൽ വേണം പോകാൻ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ റോമർ 2 അവസാന വാക്യത്തിൽ വായിച്ചതുപോലെ ഹൃദയ പരിച്ഛേദനയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ താഴ്മയില് ദൈവത്തെ നിരന്തരമായിട്ട് അന്വേഷിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഉണ്ടോ എന്ന് ശോധന ചെയ്യാം. നമ്മൾ ആത്മീയമായിട്ട് വളരും തോറും ഞാൻ ദരിദ്രമാണെന്നുള്ള ബോധ്യം കൂടി വരിക ചെയ്യുന്നത്. നമ്മളെക്കുറിച്ച് തന്നെയുള്ള ചിന്തകള്, താഴ്ന്ന ചിന്തകളിലേക്ക് നമ്മൾ പോവുക ചെയ്യുന്നത്. നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ഉന്നത ചിന്തകളുള്ളവരായിട്ടാണ് തുടങ്ങുന്നത്. മുന്നോട്ട് പോകും തോറും നമ്മൾ ചെറുതായി 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 ഇങ്ങനെ പറയുന്നുണ്ട്. ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളെ പൊടിയെന്നവൻ ഓർക്കുന്നു. ഞാനോ മനുഷ്യനല്ല, കർത്താവ് തന്നെ കുറിച്ച് ഞാൻ കൃമി അത്രേ. നമ്മൾ ആത്മീയമായിട്ട് വളരും തോറും നമ്മളെ കുറിച്ചുള്ള ചിന്ത അത്, ഞാൻ ഒന്നുമല്ല കർത്താവ്, ഞാൻ കൃമിയാണ്, ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ ചെറിയ ആളാണ്. നമ്മുടെ ഉള്ളിൽ ആ ചിന്ത വന്നുകൊണ്ടേയിരിക്കും. കാരണം നമുക്ക് കർത്താവിന്റെ സ്വരൂപത്തിൽ നമ്മൾ എത്ര അകലെയാണെന്ന് കാണും തോറുമാണ്
നമ്മുടെ അരിഷ്ടം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷെ ആദ്യം നമുക്കത് കാണാൻ കഴിയത്തില്ല. നമ്മൾ വളരെ പെട്ടെന്ന് നമ്മളെന്ത് ഉന്നത തലത്തിൽ എത്തിപ്പോയി, ഞാൻ ധനവാനായി, സമ്പന്നനായി, മറ്റുള്ളവരൊക്കെ വളരെ മോശക്കാരാണെന്നുള്ള ഒരു പരീക്ഷത്വ ചിന്തകളിലേക്കാണ് സാത്താൻ നമ്മളെ നയിക്കുന്നത്. പക്ഷെ നമ്മൾ മുന്നോട്ട് പോകും തോറും, താഴ്മയുടെ വഴിയിൽ നമ്മളെ കൂടുതൽ നടക്കാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും തോറും നമുക്ക് നമ്മളെക്കുറിച്ച് താഴ്ന്ന ചിന്തകളും, ഞാൻ ദരിദ്രനാണ്, അരിഷ്ടനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറയുമ്പോൾ ഒരു കുറ്റപ്പെടുന്ന രീതിയിലല്ല. ദൈവമുമ്പാകെ നമ്മളെ തന്നെ അളക്കുമ്പം എത്രയോ അകലെയാണെന്നാണ് നമ്മളെ തന്നെ കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്, ഞാനൊരു അരിഷ്ട മനുഷ്യൻ. എൻ്റെ ഒരു ആത്മാവ് തെറ്റായ ഒന്നുള്ളതല്ല, അത് ശരിയായിട്ടുള്ള ഒന്നാണ്. ഞാൻ എങ്ങും എത്തിയില്ല, ഞാൻ ദരിദ്രനാണെന്ന് പറയുന്നത് ശരിയായ വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ്. അവിടെ നമുക്ക് ആ നിലയിൽ ദൈവത്തെ അന്വേഷിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യാം. നമുക്ക് ദൈവിക പരിജ്ഞാനത്തിൽ വളർന്നുകൊണ്ടേയിരിക്കാം. ഈ പരിജ്ഞാനമാണ് പാപത്തെ വിട്ട് ഓടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് വചനത്തെക്കുറിച്ചുള്ള ഒരു അറിവല്ല, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവിക പരിജ്ഞാനം, അതാണ് പ്രധാനമായി. കർത്താവ് എങ്ങനെ ഈ ഭൂമിയിൽ പിതാവിനെ പ്രസാദിച്ച് ജീവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആന്തരിക ദർശനമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് താഴോട്ട് പോയിക്കൊണ്ട് ഫിലിപ്പിയരിൽ തുടർന്ന് നമ്മൾ അങ്ങനെ വായിക്കുന്നത്, അവൻ തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത്, മനുഷ്യരൂപമെടുത്ത്, ദാസരൂപമെടുത്ത് ചെയ്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. താഴോട്ട് പോകുന്ന ഒരാൾക്ക് അനുസരിക്കാൻ എളുപ്പമാണ്, താഴ്മയിൽ നിൽക്കുന്ന ഒരാൾക്ക്. താഴ്മയിൽ നിൽക്കാത്ത ഒരാൾക്ക് അനുസരിക്കാനായിട്ട് വിഷമമാണ്. അതുകൊണ്ട് ഈ രാത്രി നമുക്ക് ഹൃദയംഗമായിട്ട് ദൈവത്തെ അന്വേഷിക്കും. ഇങ്ങനെ നിലവിളി നമ്മൾ നിരന്തരമായിട്ട് ഉയരട്ടെ. കർത്താവെ, കൃപയിലും നിന്നോടുള്ള പരിജ്ഞാനത്തിലും വളരാൻ നീ എന്നെ സഹായിക്കണം എന്നുള്ള നിലവിളിയുമായിട്ട് നമുക്ക് കർത്താവിന് പിന്നാലെ പോകാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ വചനത്തിലും ഭാഗ്യമായിരിക്കുമ്പോൾ ഒരു കണ്ണാടിയിൽ എന്ന പോലെ ഞങ്ങളെ തന്നെ കണ്ട് വിശ്വാസമുള്ളവരായി അഭയത്തിനും സഹായത്തിനുമായിട്ട് അവിടുത്തെ അടുക്കിലേക്ക് ഒരു ശിശുവിനെ പോലെ ഓടി വരുവാൻ അടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നിരന്തരമായി തകർച്ചയിലും ഉറക്കത്തിലും ആത്മ ദരിദ്രനും ജീവിപ്പാൻ തക്കുന്ന അടികളെ അഭ്യസിപ്പിക്കണം. കൂടുതൽ താഴ്മയുടെ വഴിയിൽ നടപ്പാൻ, സ്വന്തം ഇഷ്ടത്തെ ത്യജിപ്പാൻ, മറ്റുള്ളവരെ ബഹുമാനിപ്പാൻ, ആദരിപ്പാനൊക്കെ അടികൾക്ക് ശക്തിയും കൃപയും നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തില് അടികളെ ഉറപ്പിക്കണം. എല്ലാ നിരാശകളിൽ നിന്നും വിടുവിക്കണം. കൂടുതൽ അവിടുത്തെ തേജസ് കാണുവാൻ അടികളെ സഹായിക്കണം. അവിടുത്തെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അവിടുത്തെ മുഖത്തിലുള്ള ആ ദൈവദേശത്തിന്റെ പരിജ്ഞാനം അടികളുടെ ഹൃദയങ്ങളിൽ കൂടുതൽ ഗ്രഹിച്ച് അവിടുത്തെ സ്വരൂപത്തോട് അനുകൂലമായി തീരുവാൻ അടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.